കർത്താവിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലനായിരുന്ന യോഹന്നാൻ എഴുതിയ 3-ാം ലേഖന പഠനത്തിലേക്ക് നാം കടന്നു വന്നു. ഇന്നത്തോടുകൂടെ ഈ യോഹന്നാൻ എഴുതിയ ലേഖന പഠനം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ഈ ലേഖനങ്ങൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാനും പഠിക്കുവാനുമായിട്ട് ദൈവം കൃപ ചെയ്തു. അനേക ആത്മീകമായിരിക്കുന്ന സത്യങ്ങൾ തിരുവെഴുത്തുകളെ ആധാരമാക്കി നമുക്ക് പഠിക്കുവാനുള്ള അവസരം സ്വർഗത്തിലെ ദൈവം തന്നു. എന്നെയും അതിനായിട്ട് ദൈവം ധാരാളമായി ബലപ്പെടുത്തി. ദൈവജനത്തിൻ്റെ പ്രാർത്ഥന അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അത് നമുക്ക് ആത്മീകമായി വളർച്ചയ്ക്ക് അത് നിദാനമായിട്ട് തീർന്നു എന്നുള്ളത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനേകർക്ക് ഈ പഠനം അത് കേൾക്കുവാനുള്ള സാവകാശവും ദൈവം കഴിഞ്ഞ നാളുകളിൽ ഒരുക്കി. പ്രത്യേകിച്ച് നാം ആരംഭിച്ചതായിരിക്കുന്ന യൂട്യൂബ് ചാനൽ മുഖേന അനേകർക്ക് അത് പ്രയോജനകരമായി തീരുവാൻ ദൈവം സഹായിച്ചതോർത്തും ദൈവത്തിന് എല്ലാ നന്ദിയും അർപ്പിക്കുന്നു. കർത്താവിന് എല്ലാ മഹത്വവും നമുക്ക് കൊടുക്കാം. നമുക്കതിൽ പ്രത്യേകിച്ച് പ്രാഗൽഭ്യമോ സാമർഥ്യമോ ഒന്നും പറയുവാനായിട്ടില്ല. കർത്താവ് തന്ന പ്രാപ്തിക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അതിൻ്റെ 9 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങളിൽ നിന്നും ദമത്രയോസ്, ദിയോത്രഫേസ് പേരൊക്കെ പറയാൻ അല്പം ബുദ്ധിമുട്ടാണ് എങ്കിലും ആ വ്യക്തിയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും ഗായോസ് എന്ന് പറയുന്ന ഒരു നല്ല സാക്ഷ്യമുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമുക്ക് പഠിക്കുവാനായിട്ട് ദൈവം സഹായിച്ചത്. അപ്പോൾ ആ സാക്ഷ്യമുള്ള, നമുക്കറിയാം, തൻ്റെ സത്യത്തിലുള്ള നടപ്പ്, സ്നേഹത്തിലുള്ള തൻ്റെ നടപ്പ്, തൻ്റെ വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിലുള്ള തൻ്റെ വിശ്വസ്തത, അങ്ങനെ വളരെ നല്ല സ്വഭാവം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്ന അതേ സഭയിൽ തന്നെ മറ്റൊരു വ്യക്തി, ദിയോത്രഫോസ് എന്ന് പറയുന്ന ആ വ്യക്തിയെക്കുറിച്ച് നമുക്ക് ഒട്ടും അനുകരിക്കാൻ പാടില്ലാത്ത സ്വഭാവങ്ങളാണ് അവനിൽ ഉണ്ടായിരുന്നത്. ഗായോസിനെ കുറിച്ച് നമുക്ക് അനുകരിക്കാൻ കൊള്ളാകുന്നതേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അതേ സഭയിൽ തന്നെ പെട്ടതായ മറ്റൊരു വ്യക്തി, അവന്റെ ജീവിതത്തെ കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യം പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അനുകരിക്കാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ ഈ അനുകരിക്കാൻ പറ്റാത്ത കാര്യം പിന്നെ എന്തിനാ നമ്മൾ ചിന്തിക്കുന്നത്? അതും ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണല്ലോ ദൈവാത്മാവ് യോഹന്നാനിൽ കൂടെ ദൈവവചനമായിട്ട് തന്നെ ഇത് ഇവിടെ രേഖപ്പെടുത്തുവാൻ കാരണമായിട്ട് തീർന്നത്. നാം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിന്റെ ആരംഭത്തിൽ വായിക്കുന്നു, സഭയ്ക്ക് ഞാൻ ഒന്ന് എഴുതിയിരുന്നു. അതായത് ആ സഭയിൽ ഈ വ്യക്തി മുഖാന്തരം ഉണ്ടായതായ ഒരുപക്ഷെ വലിയ ഭാരം പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിന് പരിഹാരം എന്ന പോലെ ഞാൻ സഭയ്ക്ക് ഒന്ന് എഴുതിയിരുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് ആ എഴുതിയ അപ്പോസ്തലനായിരുന്ന യോഹന്നാൻ എഴുതിയതായ ആ കത്ത് പോലും സഭയിൽ വായിക്കുവാനോ അതനുസരിച്ച് ഒരു ക്രമീകരണം വരുത്താനോ ആ വ്യക്തി ശ്രമിച്ചില്ല, തയ്യാറായില്ല എന്നുള്ളതാണ്. ഈ വ്യക്തിയുടെ ഈ സ്വഭാവങ്ങളൊക്കെ ഞാനിങ്ങനെ ഓരോന്നായിട്ട് ചിന്തിച്ചപ്പോ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞ ഒരു കാര്യം, ഇന്നും ഇതിന് സമാനമായിരിക്കുന്ന ഒരുപാട് വ്യക്തികൾ അനേകം സ്ഥലം സഭകളിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് നമുക്കിതൊക്കെ വായിക്കുമ്പോൾ ചിലരൊക്കെ നമുക്കിങ്ങനെ ഓർമ്മ വരും. ഇത് കേൾക്കുമ്പോൾ നമുക്ക് സത്യത്തിൽ വലിയ ദുഃഖമാണ്. ഞാനിന്ന് വളരെ പ്രാർത്ഥിക്കുവാനിടയായിട്ട് തീർന്നു. ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികളുള്ള സഭകളുടെ അവസ്ഥ എന്ന് പറയുന്നത് അത് ചെറിയ പ്രയാസമൊന്നുമല്ല.
ഒരു വ്യക്തി ഈ നിലയിലുള്ള ഒരു സ്വഭാവങ്ങൾ ഉണ്ട് എന്ന് വരികിൽ ആ സഭ സ്വസ്ഥമായിട്ട് മുൻപോട്ട് പോകുവാൻ കഴിയില്ല, സമാധാനപരമായി മുൻപോട്ട് പോകുവാൻ കഴിയില്ല. സഭ ഒരുമിച്ച് കൂടാം, പല ശുശ്രൂഷകളൊക്കെ ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ആ സഭയ്ക്ക് ഐകമത്യം ഉണ്ടാകില്ല, ആ സഭയിൽ സ്നേഹമുണ്ടാകയില്ല, ആ സഭയിൽ സമാധാനമുണ്ടാകയില്ല, നിരപ്പിന്റെ അനുഭവം ആ സഭയിലില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വ്യക്തിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയേണ്ടതായ കാര്യം, ദൈവത്തിന്റെ സഭയിൽ ഇങ്ങനെയുള്ളതായ വ്യക്തികൾ ഉണ്ടാകരുതേ എന്ന് നമ്മൾ വളരെ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഈ ചെറിയ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരു വ്യക്തിത്വം ഉണ്ടാകരുതേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് അനുകരിക്കാൻ പാടില്ലാത്തതായ ഈ ദിയോത്രെഫോസ് എന്ന് പറയുന്ന ഈ വ്യക്തിയിൽ കാണുന്ന ചില സ്വഭാവങ്ങൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്നാമത് നാം കാണുന്നത് 9-ാം വാക്യത്തിൽ, എങ്കിലും അവരിൽ പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്നവൻ. എന്താ അവന്റെ ഒന്നാമത് അവനിലുള്ള സ്വഭാവം? എന്താ? അവന് പ്രധാനിയാകണം. അവൻ ആരല്ല ഇപ്പോ സഭയിൽ, അവൻ പ്രധാനിയൊന്നുമല്ല, അവൻ അങ്ങനെ ഒരു നിയമനം ദൈവത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല. പക്ഷെ അവന് സ്വയമായിട്ടുള്ള ആഗ്രഹമാണ് എന്ത്? അവന് പ്രധാനിയാകണം, അവന് ഒന്നാമനാകണം എന്നുള്ളതായിരിക്കുന്ന ഒരു ചിന്ത. പ്രധാനി എന്ന് പറഞ്ഞാൽ സഭയിൽ ഒന്നാം സ്ഥാനം അവനുണ്ടാകണം എന്ന ചിന്തയാണ് ആ വ്യക്തിയെ ഭരിക്കുന്നത്. ഇത് ഇന്ന് വല്ലാത്ത ഒരു ദുർവ്യാധിയാണ് അനേകം സഭകളിൽ. നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ഒരുപാട് വ്യക്തികൾ ഇന്ന് ദൈവത്തിന്റെ സഭയിൽ വലിയ പ്രശ്നമുണ്ടാക്കുന്നത് ഈ പേരിലാണ്. എന്തിന്റെ പേരിൽ? എനിക്ക് പ്രാധാന്യമുള്ള വ്യക്തിയാകണം, എനിക്ക് ഒന്നാമനാകണം, എനിക്ക് ഇവിടുത്തെ മൂപ്പനാകണം. വേറൊരു കാര്യത്തിനും താല്പര്യമില്ല, എനിക്ക് ഇവിടുത്തെ മൂപ്പനാകണം എന്നുള്ളതായിരിക്കുന്ന ചിന്തയിൽ സ്വയം അങ്ങ് അവരോധിക്കുവാൻ, സ്വയം ആ സ്ഥാനത്തേക്ക് കയറിയിരിക്കുവാൻ, വേണ്ടി വന്നാൽ സഭയെ തന്നെ ഭിന്നിപ്പിക്കുവാൻ തയ്യാറായിട്ടുള്ള എത്രയോ പേര് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട്. എത്രയോ സഭകൾ അതിൻ്റെതായ വേദന, അതിൻ്റെതായിരിക്കുന്ന ഭാരം, കണ്ണുനീര് അനുഭവിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കാതെ പോകരുത്. ഇത് പറയുന്ന ആരെയും കുറ്റപ്പെടുത്താനല്ല, പക്ഷെ മറിച്ച് ഇങ്ങനെയുള്ളതായിരിക്കുന്ന സംഭവങ്ങൾ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അത് ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവത്തിന്റെ സഭയെ എന്തുമാത്രം വേദനിപ്പിച്ച കാര്യമാണ്. ഇന്നും അത് ഉണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകാതിരിക്കുവാനുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. അതിന്റെ വിശദീകരണങ്ങൾ ഞാൻ പിന്നാലെ പറയുവാൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ ഈ വ്യക്തിയിൽ ഉണ്ടായിരുന്ന ഒന്നാമത്തെ സ്വഭാവം തന്നെ എന്ന് പറയുന്നത്, തന്നെത്താൻ പ്രധാനിയാകുവാൻ അവൻ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ ഒന്നാമനാകുവാൻ അവൻ ആഗ്രഹിച്ചു. രണ്ടാമത് അവനിൽ കാണുന്ന ഒരു കുറ്റമായിട്ട് നാം വായിക്കുന്നത്, അവൻ ഞങ്ങളെ കൂട്ടാക്കുന്നില്ല. ഈ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വെളിപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ, ദൈവം സഭയിൽ ആക്കി വെച്ചിരിക്കുന്ന ആത്മീക നേതൃത്വങ്ങളെ ആ വ്യക്തി എന്ത് ചെയ്യില്ല? അംഗീകരിക്കില്ല. അവർ പറയുന്നതിനെ കൂട്ടാക്കില്ല. അത് സത്യമായ കാര്യമാണ്. ഒരുപക്ഷെ ഒരു കാലത്ത് നമ്മൾ ഇതൊക്കെ അനുഭവിച്ചതാണ്. ഇങ്ങനെയുള്ളതായ ആളുകൾ, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവർ, പ്രധാനികളാകുവാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യില്ല? ദൈവമാക്കി വെച്ച ആത്മീക നേതൃത്വത്തെ അവർ അംഗീകരിക്കില്ല. അത് അവിടെ വായിക്കുന്നത്, അവൻ ഞങ്ങളെ കൂട്ടാക്കുകയില്ല, വകവെച്ചു കൊടുക്കുകയില്ല എന്നാണ്. വകവെച്ചു കൊടുക്കില്ല. നമ്മൾ പറയില്ലേ, ഒരു വകവെപ്പെങ്കിലും വേണ്ടേ? ഈ മാതാപിതാക്കളോടുള്ള ബന്ധത്തിലൊക്കെ പറയുമ്പോൾ ഞങ്ങള് അപ്പനും അമ്മയാണെന്നുള്ള ആ ഒരു വകവെപ്പെങ്കിലും വേണ്ടേ? അങ്ങനെയുള്ള ഒരു അംഗീകാരം ഞങ്ങൾക്ക് വേണ്ടേ എന്ന് ചോദിക്കുന്നത് പോലെ, ദൈവത്തിന്റെ സഭയിൽ ദൈവമാക്കി വെച്ച ആത്മീക നേതൃത്വങ്ങളെ ഇവർ വകവെച്ചു കൊടുക്കുന്നില്ല. ദൈവവചനം പറയുന്ന കാര്യം എന്താണ്?
എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ, എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ എന്നാണ് വചനം. അപ്പോൾ ആ വചനത്തിന് നേരെ വിരുദ്ധമായിട്ടാണ് ഈ പ്രധാനിയാകുവാൻ ആഗ്രഹിച്ച വ്യക്തിയുടെ സ്വഭാവമായിരുന്നത് എന്ന് നാം മനസ്സിലാക്കണം. തിമോത്തിയോസിന് എഴുതിയ 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം, 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ അതിന്റെ 12-ാമത്തെ വാക്യവും നമുക്ക് ഇതിനോടുള്ള ബന്ധത്തിൽ ഒന്ന് മനസ്സിലാക്കാൻ കഴിയേണ്ട കാര്യമാണ്. 5-ന്റെ 12-ാം വാക്യം, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം എന്ന് പറഞ്ഞാൽ, അവർക്ക് കൊടുക്കേണ്ടതായിരിക്കുന്ന ബഹുമാനം എന്ത് ചെയ്യണം? കൊടുക്കേണ്ടവരാണ് ദൈവത്തിന്റെ സഭ. അല്ലാതെ അവരെ കൂട്ടാക്കാതിരിക്കുന്നതല്ല. അത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി 1 തിമോത്തിയോസ് 5-ന്റെ 17-ാമത്തെ വാക്യം, 1 തിമോത്തിയോസ് 5-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിലും 5-ന്റെ 17, നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക. അപ്പോ യോഹന്നാനെ പോലെ ഉണ്ടായിരുന്ന ഒരു ദൈവത്തിന്റെ ദാസനെയാണ് ആര് കൂട്ടാക്കാതെ പോയത്? ഈ വ്യക്തി, ദിയത്രഫോസ് എന്ന് പറയുന്ന ഈ വ്യക്തി കൂട്ടാക്കാതെ പോയത്. അപ്പോൾ ഇന്നുള്ളവരെ നമുക്കറിയാം, അപ്പോസ്തലനെ പോലെ ഒന്നും നമുക്ക് ആർക്കും ആകാൻ സാധ്യമല്ല. എന്നാൽ അങ്ങനെയുള്ളതായ ഒരു വ്യക്തിയെ പോലും കൂട്ടാക്കുവാൻ ഈ വ്യക്തി മടി കാണിച്ചു എന്നുള്ളത് എത്രയോ ഗുരുതരമായ തെറ്റായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം അവനെ കുറിച്ച് പറയുന്നത് 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവൻ ഞങ്ങളെ ദുർവാക്ക് പറഞ്ഞ് ശകാരിച്ചും കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ, ആത്മീക നേതൃത്വങ്ങൾക്കെതിരെ എന്ത് ചെയ്യുന്നു? സംസാരിക്കുകയാണ്. ദുർവാക്കുകൾ പറഞ്ഞ് അവരെ മനഃപൂർവമായി കുറ്റപ്പെടുത്തി അവർക്കെതിരെ ആരോപണങ്ങൾ കൊണ്ടുവന്ന് എന്തു ചെയ്യുന്നു? ഈ മനുഷ്യൻ അവർക്ക് ദൈവത്തിന്റെ ദാസന്മാരെ കുറ്റപ്പെടുത്തുന്ന അത് ഈ വയോവൃദ്ധനായ യോഹന്നാൻ അപ്പോസ്തലനൊക്കെ അത് എങ്ങനെയാണ് സഹിക്കുവാൻ, ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുക? ഒരുപക്ഷെ താൻ മുഖാന്തരം വേർപെട്ട് വന്നവരൊക്കെ ആയിരിക്കാം. എന്നാൽ ആ വ്യക്തി തങ്ങൾക്കെതിരെ ദുർവാക്കുകൾ പറഞ്ഞ് ഇവരെ കൂട്ടാക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന വേദന അത് ചെറുതായിരിക്കില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. അടുത്തത് നാം അവിടെ വായിക്കുന്നത്, അവൻ അങ്ങനെ ചെയ്യുന്നത് പോരാ എന്ന് വെച്ച് താൻ സഹോദരന്മാരെ കൈക്കൊള്ളാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അപ്പോസ്തലനെയും സഹപ്രവർത്തകരെയും സ്നേഹിക്കുവാൻ തയ്യാറാകുന്ന ചിലരുണ്ട്. ആ സഹോദരന്മാരെ എന്ത് ചെയ്യുന്നില്ല? ഇവർ കൈക്കൊള്ളുന്നില്ല, അവൻ അവരെയും കൈക്കൊള്ളില്ല. പിന്നെ അടുത്ത കാര്യം എന്താ പറയുന്നത്? അങ്ങനെ കൈക്കൊള്ളുവാൻ മനസ്സുള്ളവരെ എന്തു ചെയ്യുന്നു? വിരോധിക്കുന്നു. മാത്രമല്ല അവരെ സഭയിൽ നിന്നും പുറത്താക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആൾക്ക് അവിടെ പ്രത്യേക പദവി ഒന്നുമില്ലെങ്കിലും ആ സഭയെ നിയന്ത്രിക്കുന്നതിൽ അവൻ വിജയിച്ചിട്ടുണ്ട്. ഏത് കാര്യത്തിൽ? ഈ തിന്മ പ്രവർത്തികൾ ചെയ്യുന്നതിൽ അവൻ അവിടെ സ്വാധീനമുണ്ട്. അല്ലെങ്കിൽ ആ സഭയിൽ നിന്ന് അവനെ പുറത്താക്കാൻ പറ്റുമോ? ഒരാളെ പുറത്താക്കാൻ പറ്റുമോ? അപ്പോൾ അവൻ അവിടെ പ്രധാനിയല്ല. അവൻ ആ സഭയിലേക്ക് അയക്കുന്ന ഒരു കത്ത് പോലും വായിക്കുവാൻ അവന് മനസ്സില്ല. ദൈവദാസന്മാരെ മാനിക്കുന്നില്ല, അവർക്കെതിരെ കുറ്റങ്ങൾ പറയുന്നു, സഹോദരന്മാരെ ശാസിക്കുന്നു, അവരുടെ ഇടയിൽ ഭിന്നതകൾ ഉണ്ടാക്കുന്നു, അവരെ പുറത്താക്കുന്നു എന്നൊക്കെ പറയുമ്പോ ഈ വ്യക്തിക്ക് ആ സഭയിൽ നല്ല സ്വാധീനം ഉണ്ട്. അങ്ങനെയും കൂട്ടങ്ങളുണ്ട്. അത് എത്ര ദുഃഖകരമായിരിക്കുന്ന ഒന്നാണ്.
അങ്ങനെയുള്ള ഒരു സഭയിലായിരുന്നു ഗായോസ് എന്ന് പറയുന്ന ആ വ്യക്തിയും ഉണ്ടായിരുന്നത്. അപ്പോൾ ആ വിശുദ്ധനായ മനുഷ്യനും എന്തുമാത്രം വേദനിച്ച് കാണും എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമാണ്. അവന്റെ ഈ മൊത്തത്തിലുള്ളതായ പ്രവൃത്തികളെ കുറിച്ച് 11-ാം വാക്യത്തിൽ യോഹന്നാൻ പറയുന്ന കാര്യം എന്താണ്? പ്രിയനെ, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു, തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല. അവൻ ആരാണപ്പോ? തിന്മയ്ക്ക് അധീനനാണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്? തിന്മയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സഭയോട് ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ പറയട്ടെ, ദൈവമാക്കി വെച്ചിട്ടുള്ളതായ ആത്മീക നേതൃത്വങ്ങൾക്കെതിരെ ഒരു വാക്ക് സംസാരിക്കുവാൻ അധികാരമില്ല. അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുവാൻ അനുവാദമില്ല. തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാണിക്കരുത് എന്നല്ല അതിന്റെ അർത്ഥം. ഒരൊറ്റ വിശ്വാസികൾ പോലും ദൈവം ആക്കി വെച്ചിട്ടുള്ള, അല്ലാത്തവര് ഇവിടെ സ്വയം അവരോധിക്കാൻ ശ്രമിക്കുന്നവരെ കുറിച്ചല്ല, ദൈവം ആക്കി വെച്ചിരിക്കുന്ന ആത്മീക നേതൃത്വങ്ങളോട് യാതൊരു കാരണവശാലും ഒരൊറ്റ വ്യക്തി പോലും സംസാരിക്കുവാനോ പ്രവർത്തിക്കുവാനോ ദൈവത്തിന്റെ സഭയിൽ ഭിന്നതകൾ ഉണ്ടാക്കുവാനോ ദൈവത്തിന്റെ സഭയിൽ പക്ഷങ്ങൾ ഉണ്ടാക്കുവാനോ പാടുള്ളതല്ല. ഒരു കാര്യം കൂടെ പറയാം, നമ്മൾ ആരും തന്നെ സ്വയം പ്രധാനിയാകാൻ ആഗ്രഹിക്കുകയും വേണ്ട. ഒരാളും അതിനാഗ്രഹിക്കണ്ട. ഇന്ന് ചില സഭകളിലൊക്കെ സഭാ നേതൃത്വത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നത് എന്തിന്റെ പരിഗണനയിലാണെന്നറിയാമോ? ഏതായാലും ഇത്രയും കാലമൊക്കെ ആയില്ലേ, 10 കൊല്ലം 40 കൊല്ലം 50 കൊല്ലമൊക്കെ ആയില്ലേ, ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, ഇനി എന്നാ ഇരിക്കട്ടെ ഒരു സ്ഥാനം. ഏത്? മൂപ്പന്റെ സ്ഥാനം. ചിലർക്ക് മൂപ്പൻ സ്ഥാനം കൊടുക്കുന്നത് എന്തിനാണെന്നറിയാമോ? ആളെ ഒന്ന് ഒതുക്കി നിർത്താൻ, അല്ലെങ്കിൽ എന്നും തലവേദനയാണ്. അപ്പോൾ ഒരു സ്ഥാനം കൊടുത്ത് ആക്കി വെച്ചാൽ പിന്നെ അവിടെ ഇരുന്നോളും. എന്റെ പ്രിയപ്പെട്ടവരെ, അത് ദൈവത്തോടും ദൈവത്തിന്റെ സഭയോടും ചെയ്യുന്ന ഗുരുതരമായ പാപമാണത്. കാരണം ഒരു വ്യക്തിയെ ദൈവത്തിന്റെ സഭയിൽ പ്രധാനിയാകുവാൻ, അവനെ ശുശ്രൂഷകർക്കായി നിയമിക്കുവാൻ ആർക്കും അധികാരം കൊടുത്തിട്ടില്ല ദൈവം. അപ്പോൾ കേവലം ഇത്രയും പ്രായമൊക്കെ ആയില്ലേ എന്നതിന്റെ പേരിലും പ്രശ്നക്കാരനാണ്, അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഇരുത്താൻ ഈ സ്ഥാനം കൊടുത്താൽ മതിയാകും എന്നതിന്റെ പേരിലും സ്ഥാനമാനങ്ങൾ ആർക്കും കൊടുക്കരുത്. അങ്ങനെ ഒരു കാര്യം ദൈവത്തിന്റെ സഭകളിൽ ഉണ്ടാകരുത്. അത് ശാപയോഗ്യമായ കാരണമാണ്. ഒരു വ്യക്തിയെ ആക്കണമെങ്കിൽ അതിന്റെ യോഗ്യതകളൊക്കെ നാം വായിക്കുന്നുണ്ട്, അതിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. എന്നാൽ ഇന്ന് ഈ പറയുന്ന പ്രായമുള്ളവരെയും അതുപോലെ പ്രശ്നക്കാരെയും ഒക്കെ മൂപ്പന്മാരാക്കി വെച്ചാൽ ആ സഭയ്ക്ക് അതുകൊണ്ട് ദോഷമെന്നല്ലാതെ യാതൊരു പ്രയോജനവും അവരിൽ നിന്നും ഉണ്ടാകയില്ല. ഉപദേശം അറിഞ്ഞുകൂടാ, വചനം അറിഞ്ഞുകൂടാ, പ്രാർത്ഥനാ ജീവിതമില്ല, വിശുദ്ധ ജീവിതമില്ല, സാക്ഷ്യമുള്ള ജീവിതമില്ല. എന്നിട്ട് ആരാ? സഭയിലെ മൂപ്പനാണ് പോലും. അല്ലെങ്കിൽ മൂപ്പനാകാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വയം ആ സ്ഥാനത്ത് കയറിയിരുന്ന് എന്നെ ആക്കിയില്ലെങ്കിൽ എന്തുണ്ടാകും? ആ സഭ രണ്ടാക്കും. എന്നിട്ട് എന്റെ പിന്നാലെ വരുന്നവരെ ചേർത്ത് ഞാനൊരു സഭ അങ്ങ് തുടങ്ങും. അങ്ങനെയുള്ള ദുരവസ്ഥകളാണ് ഇന്ന് കാണുന്നത് എന്നുള്ളത് നാം തിരിച്ചറിയണം. അങ്ങനെയുള്ളവരെ കുറിച്ച് അവിടെ യോഹന്നാൻ പറയുകയാണ്, തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടല്ലോ, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണ്. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണ്. അതേപോലെ ഒരു പ്രയോഗമാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുന്നവൻ ആര്? ദൈവത്തെ അവൻ കണ്ടിട്ടില്ല. അപ്പോ ഈ ദിയോത്രഫോസ് അല്ലെ, ആ വ്യക്തിയെ കുറിച്ച് എന്താ നമുക്ക് മനസ്സിലാക്കേണ്ടത്? സഭയിലെ വലിയ ആളൊക്കെയാണ്, സഭയിലെ ഒരുപാട് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, തന്റെ വരുതിയിൽ കുറെ പേരൊക്കെ അവൻ നിർത്തുന്നുണ്ട്. പക്ഷേ അവൻ ആരാണ്? അവൻ ദൈവത്തെ കണ്ടിട്ടില്ല. അവനിലുള്ളത് തിന്മയാണ്.
അവന്റെ ജീവിതത്തിൽ ഉള്ളത് അനീതിയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. നാം പഴയ നിയമത്തിൽ വായിക്കുന്നത് പോലെ ഒരു ചത്ത ഈച്ചയ്ക്ക് ഒരു തൈലക്കാരന്റെ മുഴുവൻ തൈലത്തെയും നാറ്റിക്കുവാൻ സാധിക്കും. ഇതാണ് അന്നുണ്ടായിരുന്ന ഈ സഭയിൽ ഉണ്ടായിരുന്ന ദുരവസ്ഥ. എന്റെ പ്രിയപ്പെട്ടവർ, ഒരു വ്യക്തി മതി ഇതുപോലെ, അല്ലെ? എന്തിനാ കൂടുതൽ പേര്? ഈ നിലയിൽ ആത്മീക ശുശ്രൂഷകന്മാരെ, ദൈവത്തിന്റെ സഭയെ കൂട്ടാക്കാതെ അവർക്കെതിരെ കുറ്റം പറഞ്ഞ് സഹോദരന്മാരെ വിലക്കി അവരെ സഭയിൽ നിന്ന് പുറത്താക്കുന്ന ഒരാളുണ്ടെങ്കിൽ എന്റെ പൊന്നെ, പിന്നെ ആ സഭയിൽ പിന്നെ എന്താ ഉള്ളത്? അതിനെ സഭ എന്ന് പറയാൻ പറ്റുമോ? അത് ആ തൈലക്കാരന്റെ തൈലത്തെ മുഴുവൻ നാറ്റിക്കുന്നത് പോലെ ഒരു ദേശത്ത്, ഒരു വലിയ സമൂഹത്തിന്റെ നടുവിൽ മുഴുവനും ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടുവാൻ ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണമാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവനെ കുറിച്ചുള്ള 5-6 കൂട്ടം കാര്യങ്ങൾ, അവന്റെ സ്വഭാവത്തെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി ഇതേക്കുറിച്ച് ഇത് നമ്മെ പഠിപ്പിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. നാം തിരിച്ചറിയേണ്ടതായിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. നേരത്തെ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടെ ഒന്ന് പറഞ്ഞിട്ട് മുൻപോട്ട് പോകാം എന്ന് ഞാൻ കരുതുകയാണ്. അപ്പൊ ദൈവത്തിന്റെ സഭയിൽ ഒരു വ്യക്തിയും സ്വയം അവരോധിക്കപ്പെടുവാൻ പാടില്ല. പാടുണ്ടോ? പാടില്ല. അതിന്റെ കാരണം എന്താണ്? നാം ഇനി ചില കാര്യങ്ങൾ ഒന്ന് മുൻപോട്ട് ധ്യാനിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 20-ാം അധ്യായം 28-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തികൾ 20:28. അവിടെ നാം വായിക്കുന്നത് സഭ എന്ന് പറഞ്ഞാൽ അതെന്താണെന്നാ? ദൈവം താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച കൂട്ടമാണ്. നമ്മളിത് നേരത്തെ പലവട്ടം പഠിച്ചിട്ടുള്ള കാര്യമാണ്. എങ്കിലും ഞാൻ ആവർത്തിച്ചു പറയുകയാണ്, നമ്മുടെ ഈ ചെറിയ കൂട്ടം, നമ്മുടെ കൂട്ടം എന്നല്ല, ദൈവത്തിന്റെ ഈ ചെറിയ കൂട്ടം ഇതാരുടേതാ? ഇത് ദൈവത്തിന്റെ കൂട്ടമാണ്. ഇത് ദൈവത്തിന്റെ സഭയാണ്. ദൈവം തന്റെ സ്വന്തം രക്തം കൊണ്ട് വിലക്കി വാങ്ങിയ സഭയാണ് ഈ സഭ. നേരത്തെയും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരു പ്രാദേശിക സഭ രൂപം കൊള്ളുവാൻ ദൈവം പലരെയും ഉപയോഗിക്കുന്നുണ്ട്, അല്ലേ? പലരെയും ദൈവം ഉപയോഗിക്കും. എന്നാൽ അതിന്റെ അർത്ഥം എന്താ? ആ സഭയുടെ കർത്താവ് ഞാനാണെന്നാണോ? ആ കൂട്ടത്തിന്റെ കർത്താവ് അല്ലെങ്കിൽ അധികാരി ഞാനാണെന്നാണോ? അല്ല, ഒരിക്കലും പറയാൻ പാടില്ല. ഒരിക്കലും ആ സ്വരം നമ്മിൽ നിന്ന് വരുവാനായിട്ട് പാടില്ല. കാരണം ഏതൊരു കൂട്ടമായാലും അത് ദൈവത്തിന്റെ കൂട്ടമാണ്. ദൈവം എന്നെ ഉപയോഗിച്ചേക്കാം അനേകരോട് സുവിശേഷം പറയുവാൻ, ഞാൻ മുഖാന്തരം അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ, അവരെ ആത്മീകമായി വളർത്തുവാൻ ദൈവം എന്നെ ഉപയോഗിച്ചേക്കാം. പക്ഷെ അത് എന്റെ കൂട്ടമാണ് എന്ന് പറഞ്ഞ് എന്റെ വരുതിയിൽ നിർത്തുവാൻ ഒരിക്കലും ശ്രമിക്കരുത്. അത് നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ നാം ആയിരിക്കുന്ന ദൈവത്തിന്റെ സഭയുടെ മേൽ ലോകത്തിനോ അതിന്റെ വ്യവസ്ഥിതികൾക്കോ ഒരു കാലത്തും അവകാശമില്ല. ഇന്ന് ഈ നേരത്തെ പറഞ്ഞതായ ഈ സ്വഭാവങ്ങളുള്ള വ്യക്തികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നുഴഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചാൽ, അവർ ലോകത്ത് നടക്കുന്ന വ്യവസ്ഥിതികളിലേക്ക് ഒന്ന് എത്തി നോക്കുകയാണ്. ലോകത്തിൽ മറ്റു പല സംഘടനകളിലും നടക്കുന്ന, മറ്റ് പല സമുദായങ്ങളിലും നടക്കുന്ന കാര്യങ്ങളെ കണ്ടുകൊണ്ടാണ് ഇവിടെയും അത് സാധിക്കുമോ എന്ന് ശ്രമിക്കുന്നത്. അവർ മറന്നുപോകുന്ന ഒരു കൂട്ടം ഒരു കാര്യമാണ്, സഭ എന്ന് പറഞ്ഞാൽ മതമല്ല. സഭ അത് ദൈവത്തിൻ്റെതാണ്, അത് ദൈവത്തിൻ്റെത് മാത്രമാണ് എന്ന തിരിച്ചറിവില്ലാതെ പോകുന്നതാണ് ഈ പറയുന്ന സ്വഭാവങ്ങൾ ആ സഭയിൽ ഉണ്ടായി വരുന്നതിന്റെ കാരണങ്ങൾ. നാം ഓർക്കണം, സഭ എന്ന് പറഞ്ഞാൽ ഒരു കുത്തഴിഞ്ഞ പുസ്തകമല്ല. അതിങ്ങനെ കുത്തഴിഞ്ഞ ഒരു പുസ്തകമല്ല. അവിടെ ഇവിടെയും കിടക്കുന്ന കുറെ താളുകളല്ല. അതിന് വ്യക്തമായിരിക്കുന്ന ക്രമങ്ങളുണ്ട്.
ഒരു സഭാ നേതൃത്വം എന്ന് പറഞ്ഞാൽ അതിന് വ്യക്തമായിരിക്കുന്ന ദൈവിക അടിസ്ഥാനങ്ങൾ അതിന്റെ പുറകിലുണ്ട്. അല്ലാതെ ആരെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ഒരു സഭയെ നയിക്കുക, ശുശ്രൂഷിക്കുക എന്നത് ദൈവത്തിന്റെ പ്രമാണത്തിൽപ്പെട്ട കാര്യം അല്ല എന്നത് നാം വീണ്ടും മനസ്സിലാക്കണം. നമുക്കറിയാവുന്ന ചില വാക്യങ്ങൾ ഒന്ന് കുറിച്ചോളൂ. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ അവിടെ ശുശ്രൂഷകന്മാരെ നിയമിക്കുന്നത് പിതാവായ ദൈവമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ 12:28. ഇനി എഫെസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തുവാണ് സഭയിൽ ശുശ്രൂഷകന്മാരെ നിയമിക്കുന്നത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നാം നേരത്തെ വായിച്ച അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവാണ് സഭയിൽ ശുശ്രൂഷകന്മാരെ ആക്കി വെക്കുന്നത് എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 3 വാക്യങ്ങളിൽ നിന്നും എന്താ മനസ്സിലാക്കുന്നത്? പിതാവായിരിക്കുന്ന ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവമാണ് ഒരു സഭയിൽ, ഒരു പ്രാദേശിക സഭയിൽ അവിടെ ശുശ്രൂഷകന്മാരെ ആക്കി വെക്കുന്നത്. ഇന്ന് വേർപെട്ട അനേക കൂട്ടങ്ങളിലും സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ ഇലക്ഷനാണ്. എത്രയോ കോടികൾ, ആരും അതിശയിക്കൊന്നും വേണ്ട, കോടിക്കണക്കിന് പണം ചെലവഴിച്ചാണ് ചില വേർപെട്ട സഭകൾ എന്ന് അഭിമാനിക്കുന്നവരുടെ ഇടയിൽ പ്രസിഡന്റ് ആകാനും വൈസ് പ്രസിഡന്റ് ആകാനും അവിടുത്തെ സെക്രട്ടറി ആകാനും ട്രഷറർ ആകാനും ഒക്കെയുള്ള മത്സരങ്ങൾ. വിശ്വാസികളെ പക്ഷം ചേർത്ത് പിടിക്കുകയാണ്. അവർക്ക് ഓഫറുകൾ കൊടുക്കുകയാണ്. മക്കളെ പഠിപ്പിക്കാൻ, വീട് വയ്ക്കാൻ, കല്യാണം നടത്താൻ, ജോലിക്ക് എന്ന് വേണ്ട ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഓഫറുകൾ നൽകി തങ്ങളുടെ പക്ഷത്ത് വിശ്വാസികളെ നിർത്തി, എന്നിട്ട് പോലീസിന്റെയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെയും സാന്നിധ്യത്തിൽ ഇലക്ഷൻ നടത്തി അവരാണ് എന്ത് ചെയ്യുന്നത്? ആ സഭയുടെ ഒക്കെ നേതൃത്വ സ്ഥാനങ്ങളിലേക്ക് വരുന്നത്. എത്രയോ ദയനീയം, എത്രയോ പരിതാപകരം എന്ന് അതേക്കുറിച്ച് പറയാനായിട്ടുള്ളൂ. ഇനി മറ്റു ചില സഭകളിൽ ഇലക്ഷനൊന്നുമില്ല, ഈ പറയുന്ന പോലെ പുറമേയുള്ള ഇലക്ഷനുകളൊന്നുമില്ല. പക്ഷേ എനിക്കൊരു തോന്നൽ, ഈ സഭയുടെ മൂപ്പൻ എനിക്ക് ആകണം. അതിനുള്ള മാർഗം എന്താ? ആദ്യം തന്നെ അവിടെ നിന്ന് കുറച്ചു പേരെ, ആ സഭയിലുള്ളവരെ എൻ്റെ പക്ഷത്ത് ആക്കണം. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ അങ്ങ് ആരംഭിക്കും. എന്നിട്ട് സഭയ്ക്ക് എന്താ ബിസിനസ് യോഗം എന്ന് പറഞ്ഞിട്ടൊരു യോഗമുണ്ട്. ആ യോഗത്തിൽ വെച്ച് ആരെ കൊണ്ടെങ്കിലും പറയിപ്പിക്കും, ഇന്ന ആളെ കൂടെ നമ്മുടെ സഭയിൽ മൂപ്പനാക്കി വെച്ചാൽ എന്താ നല്ലതാ. അപ്പോ ചിലര് പറയും അതിനുള്ള പ്രാപ്തിയൊന്നും ഇല്ല, യോഗ്യതയൊന്നും ഇല്ല എന്ന് പറയും. ഉടനെ പ്രശ്നമാകും. അപ്പൊ ആ പ്രശ്നം തീർക്കാൻ എന്ത് ചെയ്യും? ആ വ്യക്തിയെ അങ്ങ് വാഴിക്കും. അപ്പോ പിന്നെ അവൻ ആരായി? ദൈവത്താൽ അവൻ നിയമിതനല്ല, ദൈവസഭയാലും അവൻ നിയമിതനല്ല. അവൻ സ്വയമായിട്ട് ആരൊക്കെയോ പക്ഷം പിടിച്ച് അവരുടെ സ്വാധീനത്താൽ അങ്ങ് ആകുകയാണ്. ഒരു സ്ഥലത്ത് ഒരു മൂപ്പനായി അവൻ പറഞ്ഞത് എൻ്റെ അപ്പൻ ഇത്ര കൊല്ലം ഇവിടെ മൂപ്പനായിരുന്നു, അതുകൊണ്ട് എനിക്ക് ആ സ്ഥാനം തന്നേ പറ്റൂ. ഇന്ന് ആ സഭയിൽ ഒരു മൂപ്പൻ അവനാണ്. എത്രയോ ഗതികെട്ടതായ അവസ്ഥയാണ് ദൈവത്തിന്റെ സഭകൾ എന്ന് പറയുന്നിടത്ത് സംഭവിച്ചിട്ടുള്ളത്. എൻ്റെ പ്രിയ സഹോദര സഹോദരിമാരെ, യാതൊരു കാരണവശാലും നാം ഈ കാര്യങ്ങൾ മറന്നു പോകരുത്. നമ്മുടെ ഭാഗത്തു നിന്ന്, ഒരാളുടെ ഭാഗത്തു നിന്ന് പോലും ദൈവത്തിന്റെ ഈ ക്രമത്തിനപ്പുറത്തേക്ക് മറ്റൊന്ന് വരുവാൻ ഇടയാകരുത്. 1 തിമോത്തിയോസിന്റെ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കാം. 1 തിമോത്തിയോസ് 3:1. അപ്പോൾ അധ്യക്ഷസ്ഥാനം ആഗ്രഹിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമല്ല. അധ്യക്ഷസ്ഥാനം ആഗ്രഹിക്കാം, അല്ലേ? ആഗ്രഹിക്കാം. പക്ഷെ അടുത്ത വാക്ക് എന്താ പറയുന്നേ? അവൻ നല്ല വേല
അതിന്റെ ശരിയായ ഒരു ചെറിയ തർജ്ജമ ഞാൻ ഇങ്ങനെ പറയാം. ഉത്തരവാദിത്വത്തിൽ അധിഷ്ഠിതമായ കർത്തവ്യ നിർവഹണം, അതിന് മനസ്സുണ്ടോ എന്നുള്ളതാണ്. ഉത്തരവാദിത്വത്തോടുകൂടെ കർത്തവ്യങ്ങളെ നിർവഹിക്കുവാൻ എനിക്ക് കഴിയുമോ? കസേരയിലിരുന്നാൽ മാത്രം പോരാ. ഇന്ന് അനേകരുടെ താല്പര്യം അതാണ്. മക്കൾക്ക് കല്യാണമൊക്കെ വരുന്ന സമയത്ത് ചോദിക്കും, അപ്പോ സഭയിലെ മൂപ്പനാ, ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ? ഒന്നും അറിയാൻ പാടില്ല. മൂപ്പനാണ് പോലും. അപ്പോ കർത്തവ്യങ്ങളെ നിർവഹിക്കുവാൻ, അത് ഉത്തരവാദിത്വത്തോടുകൂടെ നിർവഹിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും അവൻ ആഗ്രഹിക്കാം, കർത്താവേ, സഭയിൽ ശുശ്രൂഷകൾ നിവർത്തിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പത്രോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ടല്ലോ, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴ് കാണിരിക്കുക. നമുക്ക് ആ നിലയിലുള്ളതായിരിക്കുന്ന ഒരു ശുശ്രൂഷ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ, അത് നമുക്ക് ഈ കൃപാവരം ദൈവം എനിക്ക് തന്നിട്ടുണ്ട് എന്ന ബോധ്യം എന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഞാൻ എന്തു ചെയ്യണം? ദൈവകരങ്ങളിൽ അങ്ങ് താണിരുന്നാ മതി. അവൻ സമയമാകുമ്പോൾ നമ്മെ അങ്ങ് ഉയർത്തും. ദൈവത്തിന്റെ ആത്മാവ് സഭയിലുള്ളതായിരിക്കുന്ന ആ സഹോദരന്മാരുടെ ഹൃദയങ്ങളിൽ പ്രേരണകൾ നൽകും. സഹോദരന്മാരെ, ഇന്ന വ്യക്തിയിൽ ദൈവത്തിന്റെ കരമുണ്ട്, അവനെ ഒരു ശുശ്രൂഷക സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ നല്ലതാണ് എന്ന ദൈവാത്മാവിന്റെ ഒരു പ്രേരണ ദൈവത്തിന്റെ വിശുദ്ധന്മാരുടെ ഹൃദയങ്ങളിൽ നൽകുമ്പോൾ, അത് സഭയിൽ പ്രസ്താവിക്കുമ്പോൾ ആ സഭ ഒന്നടങ്കം പറയുമത്, അതെ, അവര് ദൈവത്തിന് യോഗ്യമായി ശുശ്രൂഷകൾ നിവർത്തിക്കും. അങ്ങനെയല്ലാതെ എനിക്കിന്ന കഴിവുണ്ട് എന്ന് പറഞ്ഞ് സ്വയം അവരോധനത്തിലേക്ക് വരുവാൻ ആർക്കും ഇടയാകരുത്. നേരത്തെയും നമ്മൾ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്, ജന്മവാസനകൾ നമുക്കുണ്ട് പല കാര്യത്തിലും. ജനിച്ച കാലം മുതലേ നമുക്ക് ചില കാര്യങ്ങളിൽ നല്ല പ്രാവീണ്യങ്ങൾ ഉള്ളവർ ധാരാളമുണ്ട്. അത് രക്ഷിക്കപ്പെടാത്തവർ, രക്ഷിക്കപ്പെട്ടവരിലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്വയം വികസിപ്പിച്ചെടുത്തതായ ചില നല്ല സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. പാടാനുള്ള കഴിവോ, പ്രസംഗിക്കാനുള്ള കഴിവോ, അല്ലെങ്കിൽ സംഘടനാ പാഠവുമോ, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ പരിശീലനത്തിലൂടെ സിദ്ധിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ ആ സ്വഭാവങ്ങളൊന്നും സഭയുടെ നേതൃത്വത്തിലേക്ക് വരുവാനുള്ള യോഗ്യതയല്ല. അതൊന്നും ദൈവത്തിന്റെ സഭയെ ശുശ്രൂഷിക്കുവാനുള്ള മാനദണ്ഡമല്ല, അളവുകോലല്ല. ദൈവസഭയെ ശുശ്രൂഷിക്കുവാനുള്ള അളവുകോൽ എന്ന് പറയുന്നത് ദൈവം അവനെ ആ സ്ഥാനത്ത് ആക്കുക എന്നുള്ളത് തന്നെയാണ്. ഇന്ന് നിർഭാഗ്യവശാൽ അനേകം സ്ഥലങ്ങളിൽ അത് നടക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യമായിരിക്കുന്ന കാര്യമാണ്. അതിനൊരു ഉദാഹരണം പഴയ നിയമത്തിൽ മോശയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ മോശയുടെ ചരിത്രം അപ്പോസ്തല പ്രവൃത്തികളിൽ അതിന്റെ 7-ാം അധ്യായത്തിൽ സ്തെഫാനോസ് തന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ പറയുമ്പോൾ വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഞാനൊന്ന് ഓടിച്ചു പറയാം. അതിന്റെ 7-ാം അധ്യായത്തിന്റെ അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിന് 22-ാമത്തെ വാക്യത്തിൽ, 7-ാം അധ്യായം അതിന്റെ 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, മോശെ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു, വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. അതിന് 25-ാം വാക്യം, ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകുമെന്ന് സഹോദരന്മാർ ഗ്രഹിക്കുമെന്ന് അവൻ നിരൂപിച്ചു, എങ്കിലും അവർ ഗ്രഹിച്ചില്ല. അപ്പൊ മോശയ്ക്ക് എന്തുണ്ടായി? മിസ്രയീമിലെ എല്ലാ ജ്ഞാനം കിട്ടി, അവന് എല്ലാ അഭ്യാസങ്ങളും തികഞ്ഞു. ഇതെല്ലാം ആയപ്പോൾ അവനൊരു തോന്നല്, എന്താ, ഈ ജനത്തെ നയിക്കാൻ ഇനി എന്നെ കൊള്ളാം, എനിക്കതിനുള്ള പ്രാപ്തിയുണ്ട്, എനിക്കറിയാം, ശത്രുവിനെ നേരിടുവാൻ എനിക്കറിയാം, ഭാഷാ പരിജ്ഞാനം എനിക്കുണ്ട്, പല കാര്യത്തിലും നല്ല അറിവൊക്കെ എനിക്കുണ്ടെന്ന് ആ മനുഷ്യൻ അങ്ങ് ധരിച്ചു. അവിടെ നമ്മൾ വായിക്കുന്നത് 25-ൽ വായിച്ചല്ലോ, അവൻ നിരൂപിച്ച ഒരു കാര്യമുണ്ട്, സഹോദരന്മാർ എന്നെ അംഗീകരിക്കും, ഈ സഹോദരന്മാർ എന്നെ സ്വീകരിക്കും, അവർ എന്നെ നേതൃത്വ സ്ഥാനത്തേക്ക് കൊണ്ടുവരും എന്ന് അവനങ്ങ് നിരൂപിച്ചു. പക്ഷേ സഹോദരന്മാർ എന്ത് ചെയ്തില്ലെന്ന് അത് ഗ്രഹിച്ചില്ല. കാരണം
എന്താ? ദൈവം അവനെ ആ സമയത്ത് ആ കാര്യം ഏൽപ്പിച്ചിട്ടില്ല. അവനെ കൊണ്ട് ദൈവം ഇനിയും കുറെ കാര്യങ്ങൾ കൂടെ ചെയ്യിപ്പിക്കുവാൻ ആവശ്യമുണ്ടായിരുന്നു. അതിന് 27-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നിന്നെ എന്നാൽ കൂട്ടുകാരനോട് അന്യായം ചെയ്യുന്നവൻ അവനെ ഉന്തിക്കളഞ്ഞു. ആരെ? ഈ മോശയെ. നേതാവാകാൻ വേണ്ടി വന്നതാ, പ്രധാനിയാകാൻ വേണ്ടി വന്നതാ, അതിന് കഴിവും പ്രാപ്തിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അഭിമാനത്തോടെ വന്നതാ. പക്ഷെ സഹോദരന്മാർ എന്ത് ചെയ്തു? നീ പോയി നിന്റെ പണി നോക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നും അവൻ ഓടി. 40 വർഷത്തിന് ശേഷം അതിന്റെ 34-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നാം അവിടെ വായിക്കുന്ന 34-ന്റെ ഒടുവിലത്തെ വാക്യത്തിൽ, ഇപ്പോൾ വരിക, ഞാൻ നിന്നെ മിസ്രയീമിലേക്ക് അയക്കും എന്ന് പറഞ്ഞു. 40 കൊല്ലത്തിന് ശേഷമാണ് ദൈവം പിന്നെ മോശയെ നിയമിച്ചത്. നേരത്തെ പുള്ളിക്ക് തോന്നി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജന്മസിദ്ധമായ അല്ലെങ്കിൽ ജീവിതത്തിൽ പരിശീലിച്ചെടുത്തതായ ചില സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ചില നല്ല ഗുണങ്ങൾ ഉണ്ടായി എന്നതുകൊണ്ട് നേതൃത്വ സ്ഥാനത്ത് വരുവാൻ യോഗ്യനാണെന്ന് പറഞ്ഞു വന്ന മോശയെ എന്ത് ചെയ്തില്ല? ജനം അംഗീകരിച്ചില്ല, ദൈവവും അംഗീകരിച്ചില്ല. എന്നാൽ 40 വർഷം കഴിഞ്ഞപ്പോൾ അതേ മോശയെ ദൈവം എന്ത് ചെയ്തു? ദൈവം നിയമിച്ചു. ഞാൻ നിന്നെ മിസ്രയീമിലേക്ക് അയക്കും എന്ന് പറഞ്ഞു. 35-ാം വാക്യത്തിൽ, ഉൾപ്പടപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം ദൈവം മോശയെ അധികാരിയും വീണ്ടെടുപ്പുകാരനുമാക്കി അയച്ചു. ദൈവം നിയമിച്ചു, ദൈവം തന്നെ മിസ്രയീമിലേക്ക് അല്ലെങ്കിൽ അധികാരികളുടെ അടുക്കലേക്ക് അയച്ചു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, പിന്നത്തേതിൽ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രവാചകനെ അയച്ചു തരുമെന്ന് പറഞ്ഞ പ്രവാചകൻ ഇവൻ തന്നെ എന്ന് പറയുമാറ് ദൈവം മോശയെ ഇസ്രായേലിന്റെ മധ്യത്തിൽ ഉയർത്തി. അങ്ങനെയാണ് ദൈവത്താലുള്ള നിയമനം ഉണ്ടാകുമ്പോൾ. മനുഷ്യരാലുള്ള നിയമനത്തിന് വേണ്ടി ശ്രമിച്ചാൽ ഇന്ന് നമുക്ക് ചിലരൊക്കെ അറിയാം, ആ ശ്രമിച്ചവരൊക്കെ നിലംപരിചായി കിടക്കുകയാണ്. ആർക്കും വേണ്ടാത്തവരായി, അത് എന്താ പറയണല്ലേ, കറിയിൽ നിന്ന് പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞ വേപ്പിലയ്ക്ക് അതിനേക്കാൾ വിലയുള്ളതുപോലെ സ്വയം നേതാവാകുവാൻ ആഗ്രഹിച്ച അനേകർ ഇന്ന് താളടിയായി കിടക്കുകയാണ്. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. അവൻ താഴ്ത്തപ്പെടും. അത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. അതുകൊണ്ട് നാം ആരും തന്നെത്താൻ ഉയരാൻ ശ്രമിക്കേണ്ടതില്ല. പുതിയ നിയമത്തിൽ നിന്നും ചില ഉദാഹരണങ്ങൾ പറയുവാൻ താല്പര്യപ്പെടുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 35 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് യാക്കോബിനെയും യോഹന്നാനെയും കുറിച്ച് കാണുവാൻ കഴിയും. യാക്കോബ്, യോഹന്നാൻ, ഈ യോഹന്നാൻ തന്നെയാണ് കേട്ടോ ഈ ലേഖനം എഴുതിയ അതേ യോഹന്നാൻ തന്നെയാണ് അന്ന് അവിടെ പറഞ്ഞത്. പിന്നത്തേതിൽ അതൊക്കെ ഓർത്ത് യോഹന്നാൻ ദുഃഖിച്ചു കാണും. അന്ന് ഇവർ രണ്ടുപേരും കൂടെ ചെന്ന് കർത്താവിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. കർത്താവേ, നീ രാജ്യം സ്ഥാപിച്ചൊക്കെ വാഴുമ്പോ ഞങ്ങളെ ഒരുത്തനെ ഇടത്തും ഒരുത്തനെ വലത്തും ഇരുത്തണം. അപ്പൊ കർത്താവ് പറഞ്ഞു, എൻ്റെ കൂടെ ഞാൻ അനുഭവിക്കുന്നത് പോലെയൊക്കെ കഷ്ടമൊക്കെ അനുഭവിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അവർ പറഞ്ഞു, ശരി, ഞങ്ങൾ അനുഭവിച്ചോളാം, അതിനൊക്കെ ഞങ്ങൾ തയ്യാറാണ്. അപ്പോ കർത്താവ് പറഞ്ഞു, അത് അവിടെ ഇരിക്കാൻ ആർക്കാണോ ദൈവം വരം നൽകുന്നത്, പിതാവ് ആർക്കാണോ അനുവാദം കൊടുക്കുന്നത്, അവർക്ക് മാത്രമേ അവിടെ ഇരിക്കുവാനായിട്ട് കഴിയൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ ബാക്കി 10 പേർക്ക് എന്താ തോന്നിയെന്നറിയാമോ? ഇവര് 2 പേർക്ക് എന്തോ സ്ഥാനം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഭാവിയിൽ കൊടുക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവര് 10 പേരും കൂടെ പതുക്കെ ശകാരിച്ചിട്ട് കർത്താവിന്റെ അടുക്കൽ ചെന്ന് ഒരു പരാതി പറഞ്ഞു. അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് അറിയാമോ? അതിന്റെ 42-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, മക്കളെ, അത് ജാതീയ പാരമ്പര്യമാണ്. അത് ജാതികൾക്കുള്ള പാരമ്പര്യമാണ്. ജാതികളിൽ അധിപരായവരാണ് അവരിൽ കർത്തൃത്വം നടത്തുന്നത്. അത് ജാതികളിൽ കണ്ടുവരുന്ന ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് എന്നിട്ട് അതിന്റെ 43-ാം വാക്യത്തിൽ വായിക്കുന്നു, നിങ്ങളിൽ അതരുത്.
നിങ്ങളിൽ അതരുത്. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയാകാൻ പാടില്ല. നേരത്തെ പറഞ്ഞതുപോലെ ജാതികളുടെ ഇടയിൽ ഉള്ളതുപോലുള്ള തിരഞ്ഞെടുപ്പും ആളുകളെ സ്ഥാനമാനം കൊടുത്ത് സ്വീകരിച്ചാക്കലും അത് ഒരു കാരണവശാലും ദൈവസഭയിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്ന കാര്യമല്ല. അത് ദൈവത്താൽ നിയമിക്കപ്പെടേണ്ട കാര്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ളതായ വാക്യങ്ങളിലും, അതുപോലെ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 33 മുതലുള്ള വാക്യങ്ങളും നമ്മൾ വായിക്കുമ്പോൾ അവർ തമ്മില് തർക്കമുണ്ടായി. ഈ ശിഷ്യന്മാര് തമ്മിൽ തർക്കം. എന്താ തർക്കം? ആരെയാണ് തങ്ങളിൽ വലിയവനായിട്ട് കാണേണ്ടത്? ഇത് അപ്പോഴാണ് ഈ തർക്കം തുടങ്ങിയെന്നറിയാമോ? കർത്തൃമേശ കഴിഞ്ഞ്, അതായത് കർത്താവ് ആദ്യമായിട്ട് അപ്പം നുറുക്കി പാനപാത്രം വാഴ്ത്തി അവർക്ക് കൊടുത്ത് തീറ്റയും കൂടിയും കഴിഞ്ഞ് അവിടുന്ന് യെരൂശലേമിലേക്ക് യാത്രയാകുമ്പോ അവർക്കൊരു കാര്യം മനസ്സിലായെന്ത്? കർത്താവ് ഇനി ഏറെ നാള് ജീവിച്ചിരിക്കില്ല. പിന്നെ ഈ പ്രസ്ഥാനത്തെ മുൻപോട്ട് കൊണ്ടുപോകണ്ടേ? വേണം. അതിന് ആര് വേണം? ആരാ വലിയവൻ എന്നുള്ള തർക്കമുണ്ടായി. കർത്താവ് അവരടുക്ക വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ഈ തർക്കിച്ച കാര്യം എന്തിനാ നിങ്ങൾ ഈ തർക്കിച്ചത്? അവര് മിണ്ടിയില്ല എന്നാണ്. അവര് താനും മിണ്ടാൻ പറ്റുന്ന കാര്യമാണോ അവര് പറഞ്ഞത്? കർത്താവെ, ഞങ്ങൾ ആരാണ് വലിയവനാകാൻ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ഞങ്ങൾ തർക്കിച്ചതെന്ന് കർത്താവിനോട് പറയാൻ അവർക്ക് കഴിയില്ല. കാരണം എന്താ? ഏതാനും ചില മിനിറ്റുകൾക്ക് മുമ്പാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന യേശു കർത്താവ് അരയിൽ ഒരു തുവർത്ത് ചുറ്റി ഈ ശിഷ്യന്മാരുടെ കാല് കഴിയത് അല്ലേ? ഈ കർത്താവിനോട് ഞങ്ങളിൽ ആരാ വലിയവനെന്നാകാനാണ് ഞങ്ങൾ തർക്കിച്ചതെന്ന് പറയാൻ അവർക്ക് മടിയുണ്ടായി, പറഞ്ഞില്ല. അങ്ങനെ കണ്ടപ്പോ കർത്താവ് അവരോട് പറഞ്ഞത് ലൂക്കോസ് 22:26 നമ്മൾ വായിക്കുന്നത്, നിങ്ങളോ അങ്ങനെയല്ല, നിങ്ങളോ അങ്ങനെയല്ല, നിങ്ങളിൽ അങ്ങനെ അരുത്, നിങ്ങളിൽ ഒരിക്കലും അങ്ങനെ ഉണ്ടാകുവാനായിട്ട് പാടില്ല. ഇതൊക്കെ മത നേതാക്കന്മാരുടെ താല്പര്യങ്ങളാണ് എന്നാണ് കർത്താവ് പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 8 മുതൽ 12 വരെയുള്ളതായ വാക്യങ്ങളിൽ കർത്താവ് പറയുന്നത്, റബ്ബി എന്ന് നിങ്ങൾ പേരെടുക്കരുത്, നായകൻ എന്ന പേര് നിങ്ങൾ എടുക്കരുത്, വലിയവൻ എന്ന പേര് നിങ്ങൾ ആരും എടുക്കരുത്. പിന്നെ എന്താ ചെയ്യേണ്ടത്? വലിയവൻ ശുശ്രൂഷക്കാരനാകണം, അവൻ തന്നെത്താൻ താഴ്ത്തണം. മർക്കോസിന്റെ സുവിശേഷം 10:43 വായിക്കുന്നത്, ശുശ്രൂഷക്കാരൻ ആകണം. വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ, പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷക്കാരനാകണം. അവൻ ദാസനാകണം. മുമ്പനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ഒടുക്കത്തവനാകണം, ശുശ്രൂഷക്കുന്നവനാകണം. ലൂക്കോസ് 9:48 വാക്യം, ചെറിയവനത്രേ വലിയവൻ ആകുന്നത്. ലൂക്കോസ് 22:26 വലിയവൻ ഇളയവനെ പോലെ ആകണം, നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെ ആകണം. അപ്പോൾ ദൈവത്തിന്റെ സഭയിൽ ഈ ദിയോത്രഫോസ് എന്ന് പറയുന്ന ആളെ പോലെ സ്വയം പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുകയല്ല വേണ്ടത്. മറിച്ച് എന്താ ചെയ്യേണ്ടത്? നിനക്ക് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ നീ ഒന്നാമത് ചെയ്യേണ്ടത്, നീ ഒരു ശുശ്രൂഷക്കാരനാകണം, നീ ഒരു ദാസനാകണം, നീ ഒടുക്കത്തവനാകണം, നീ ചെറിയവനാകണം. അതിന് മനസ്സുണ്ടോ? അത് ആദ്യം ചെയ്യ്. അങ്ങനെ ചെറിയവനാകാൻ, ശുശ്രൂഷക്കാരനാകാൻ ആരും പറയാ. ദാസൻ എന്ന് പറഞ്ഞാൽ എന്താ? അതേക്കുറിച്ച് കർത്താവ് ഒരു ഉപമ പറഞ്ഞപ്പോൾ പറഞ്ഞു, ആ വയലിൽ നിന്ന് കയറി വന്നിട്ട് അവന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഒടുവിൽ ആ ശുശ്രൂഷകൻ തന്റെ യജമാനന് വേണ്ടി എല്ലാം വിളമ്പിക്കൊടുക്കുകയാണല്ലേ. എന്നിട്ട് അവൻ പറയുന്ന കാര്യം എന്താണ്? ഞാൻ ചെയ്യേണ്ടത് ചെയ്തിട്ടുള്ളൂ. അതാണൊരു ദാസൻ. അല്ലാതെ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും അതിൻ്റെതായിരിക്കുന്ന പ്രതിഫലങ്ങൾ, അതിൻ്റെതായിരിക്കുന്ന മാനം, പ്രശംസ ഇതെല്ലാം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവനല്ല പ്രധാനിയാകുന്നത്. മറിച്ച്
ഇതൊന്നും പ്രതീക്ഷിക്കാതെ സദാസമയത്തും നമ്മെ കൊണ്ട് കഴിയുന്നത് പോലെ ശുശ്രൂഷകൾ നിവർത്തിക്കുവാൻ, ദാസന്റെ വേല ചെയ്യുവാൻ, ചെറിയവനാകുവാൻ, എളിയവനാകുവാൻ നമുക്ക് കഴിയുന്നിടത്താണ് എന്തുണ്ടാകുന്നത്? നമ്മെ ദൈവം മാനിക്കുവാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് ആ ലൂക്കോസ് 22:27 ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞു: ആരാകുന്നു വലിയവൻ? ഭക്ഷണം കഴിക്കുവാൻ ഇരിക്കുന്നവനാണോ, അവന് വിളമ്പി കൊടുക്കുന്നവനാണോ? ആരാ വലിയവൻ? വിരുന്നുകാരായി ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നവനാണ് വലിയവൻ, അവന് വിളമ്പി കൊടുക്കുന്നവനാണ് ചെറിയവൻ. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെയാണ്. ഞാനിരുന്ന് ഭക്ഷണം കഴിക്കുന്നവനെ പോലെയല്ല, ഞാൻ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ ദാസനാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ ചെറിയവനാണ്. അതാണ് കർത്താവ് കാണിച്ചു തന്ന മാതൃക. അങ്ങനെയാണ് ദിയോത്രേഫോസെ നീയും ആകേണ്ടിയിരുന്നത്. പക്ഷെ നിന്നിൽ കയറിക്കൂടിയിരുന്നത് ഈ ലോകത്തിന്റെ ആത്മാവായിരുന്നു, ജാതീയമായിരുന്നു നിന്നിൽ ഉണ്ടായിരുന്നത്. അതാണ് നിന്നെ ദൈവത്തെ കണ്ടിട്ടില്ലാത്തവൻ എന്ന പേരിന് അർഹനാക്കിയത്. അതുകൊണ്ട് ദൈവത്തിന്റെ സഭയിലുള്ളതായിരിക്കുന്ന നാം ആരും തന്നെ സ്വയം പ്രധാനിയാകുവാൻ അല്ല ഉണ്ടാകേണ്ടത്. ദൈവത്തിന്റെ ശുശ്രൂഷകളിൽ നമ്മെ കൊണ്ടാകുന്നത് പോലെയൊക്കെ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കരം നമ്മുടെ മേൽ വെച്ചാൽ, നമ്മെ ഒരു സ്ഥാനത്തേക്ക് ദൈവം കൊണ്ടുവന്നാൽ അവിടെ നമുക്ക് നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 2 മുതൽ 6 വരെയുള്ളതായ വാക്യങ്ങളിൽ അവിടെ പറയുന്നുണ്ട്. അവിടെ ശുശ്രൂഷകന്മാരോടുള്ള ബന്ധത്തിൽ പറയുകയാണ്, ആട്ടിൻകൂട്ടത്തെ നിങ്ങൾ മേയിക്കണം, നിർബന്ധത്താൽ അരുത്, ദുരാഗ്രഹത്തോടെ അരുത്, കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല. പിന്നെ എങ്ങനെയാണ്? മനഃപൂർവമായി ദൈവത്തിന്റെ ഹിതമാവണ്ണം മാതൃകകളായി ആട്ടിൻകൂട്ടത്തെ മേയിക്കുക എന്നുള്ളതാണ്. അപ്പൊ മേയിക്കാനാണ് ദൈവം ശുശ്രൂഷകന്മാരെ ആക്കി വെക്കുന്നത്, ഭരിക്കാനല്ല. ഒരു കത്ത് വന്നാൽ അത് വായിക്കില്ല, ആളുകളെ പുറത്താക്കുക, അങ്ങനെയൊക്കെ ഉള്ളതായ നിയമ നടപടികൾ സ്വീകരിക്കുക, സ്വയം അവരോധിക്കുക, ഇതൊന്നും ദൈവത്തിന്റെ സഭയിൽ ഒരു വ്യക്തിയെ കൊണ്ടും ദൈവം ആഗ്രഹിക്കുന്ന കാര്യമല്ല. മറിച്ച് ദൈവത്താൽ നിയമിക്കപ്പെട്ടവർ, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ, ദൈവം ആക്കിയിരിക്കുന്ന സ്ഥാനത്തിരുന്ന് ഏറ്റവും താഴ്മയോടുകൂടെ ദൈവമക്കളെ മേയിക്കുക എന്നുള്ള ഏക ലക്ഷ്യത്തോടുകൂടെ അവരുടെ ആത്മീക വളർച്ച ലക്ഷ്യമാക്കി മാത്രം ആ കാര്യം നിർവഹിക്കുവാൻ ദൈവം ഇടവരുത്തുമാറാകട്ടെ. ദിയോത്രേഫോസിനെ കുറിച്ച് ചിന്തിച്ചതുപോലെ അനുകരിക്കുവാൻ പാടില്ലാത്തതായ ചില സ്വഭാവങ്ങളാണ് അവനിലുണ്ടായിരുന്നത്. അത് നമ്മിലേക്ക് ഉണ്ടാകാതിരിക്കട്ടെ. സ്ഥലം സഭകളിൽ അങ്ങനെയുള്ളവർ എഴുന്നേൽക്കാതിരിക്കട്ടെ. മറിച്ച് ആ സ്ഥാനത്തേക്ക് വരേണ്ടവർ ആരാണ് എന്നുള്ളതായ തികഞ്ഞ ബോധ്യം ഈ തലമുറയ്ക്കുണ്ടാകുവാൻ ഈ പഠന മുഖാന്തരവും ദൈവം ഇടവരുത്തട്ടെ. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.